കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ സർവീസിൽ നിന്നും വിരമിച്ച അധ്യാപകർക്ക് ആദരവ് അർപ്പിക്കുന്ന ചടങ്ങ് ബഹുമാന്യ മുൻ കോളേജ് പ്രൊഫസർ ശ്രീ ഷാർങ്ങധരൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയും ചെയ്തു. അനന്തരം അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ സമുദ്ര ലൈബ്രറി ഭാരവാഹികൾ സംഭാവനയായി ഏറ്റുവാങ്ങുകയും ചെയ്തു. ഇവിടെ ലൈബ്രറിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത സമയത്ത് എഴുതിയിട്ടുള്ള ചെറിയ ചെറിയ അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. ഗുരുവിനെ പറ്റിയുള്ളതാണ്, ഇച്ചിരി കടുപ്പപ്പെട്ടതാണ്. പക്ഷെ ഇരുന്ന് വായിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. നിങ്ങളുടെ ലൈബ്രറി കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ 5 പുസ്തകങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് സിംഗിനെ ഏൽപ്പിക്കും. സമയം കിട്ടുമ്പോഴും നിങ്ങളൊക്കെ എടുത്തൊന്ന് വായിക്കണം. വായിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. നമ്മൾ ഏത് പ്രായത്തിലായാലും നമുക്ക് ഒരു കാര്യം മാത്രം നഷ്ടപ്പെടരുത്, മനുഷ്യത്വം നഷ്ടപ്പെടരുത്. ചടങ്ങിലോട്ട് വിളിച്ചപ്പോഴും എന്നോട് പറഞ്ഞത് അധ്യാപകരെ ഇവിടെ ആദരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും 5-6 പേരെ വെച്ചൊക്കെ ആദരിച്ചു വരികയാണ്. ഇന്നത്തെ ദിവസം അവർ ഉണ്ടാവുന്നതാണ്. അവരാരൊക്കെയാണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. ഒരു നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു സത്യം, നമ്മളൊരു പാരമ്പര്യത്തിൽ വളരുന്നവരാണ്. ആ പാരമ്പര്യത്തിൽ മാതാവിനെയും പിതാവിനെയും പിന്നെ 2 പേരെയും കൂടെ ബഹുമാനിക്കണമെന്ന് പറയുന്നുണ്ട്. ആരൊക്കെയാണ്? മാതാപിതാ, ഗുരു, ദൈവം. അതിനെപ്പറ്റി ഞാനൊന്ന് ഇവിടെ നിന്ന് വിശദീകരിക്കട്ടെ. മാതാവെന്ന് പറയുമ്പം റിയാലിറ്റി എന്ന് പറയുന്നത് ഒരു സത്യമാണ്. പിതാവ് ഒരു ഇമാജിനേഷനാണ്, നമ്മുടെ ഒരു സങ്കല്പമാണ്. വീണ്ടും ഗുരു എന്നല്ല, ഗുരു ഒരു റിയാലിറ്റിയാണ്. ദൈവം, ഇവിടെ പലരും പല അഭിപ്രായം ദൈവത്തെ പറ്റി പറഞ്ഞ് അത് ഒരു സങ്കല്പമാണ്. പക്ഷെ 2 കാര്യങ്ങളെ ലോകത്ത് സത്യമുള്ളൂ. അതൊന്ന് നമ്മുടെ അമ്മയെന്ന് പറഞ്ഞ പ്രപഞ്ചമാണ്. ആ പ്രപഞ്ചത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മയെ നമ്മൾ സ്നേഹിക്കും. അല്ലെങ്കിൽ അമ്മയെ നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തെയും സ്നേഹിക്കും. പ്രപഞ്ച സത്യമായിട്ടുള്ള അന്യർ ഗുണം ചെയ്തതിന് ആയുസ് വവസ്സും ഇത് ചെയ്ത ഒരു ഗുരുവിനെ പോലെ നമുക്കും അന്യർക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കാനാവും. അതൊക്കെ അമ്മയോടുള്ള സ്നേഹം അനുസരിച്ചിരിക്കും. അമ്മയെ നമുക്ക് മറക്കാവൊക്കത്തില്ല. അമ്മയുടെ കറിയെ പോലെ ഒരു കറി നമുക്ക് വേറെ എങ്ങൊന്നും കിട്ടത്തില്ല. അത്രയും വലുതാണ്. 2ാമത്തെ കാര്യമാണ് ഗുരു. ഗുരു ഒരു സത്യമാണ്. ഗുരു എന്ന് പറയുന്ന വാക്ക് തന്നെ 2 വാക്കാണ്. ഗു എന്നും രു എന്നുമാണ്. ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ട്, രു എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക. നമ്മുടെ മനസ്സെന്ന് പറയുന്ന 6ാം ഇന്ദ്രിയമാണ്. 5 പഞ്ചേന്ദ്രിയങ്ങളാണ് നമ്മൾ കാണുന്നത്. 6ാമത്തെ ഇന്ദ്രിയമാണ് മനസ്സ്. ആ മനസ്സിൻ്റെ ഇരുട്ടിൽ വെളിച്ചം പകർന്നു വന്നൊരു ടോർച്ചടിച്ച് അവിടെ പ്രകാശം സ്വരിപ്പിച്ച് നമ്മളെ ചിന്തിപ്പിക്കുകയും നമ്മുടെ ബുദ്ധിയെ ഉദിപ്പിക്കുകയും ബുദ്ധിയെ വികസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ ഗുരുദേവനൊക്കെ പറഞ്ഞിട്ടുള്ള ഭൗതികമായ വളർച്ച. ഒരാളിനെ ജോലി ചെയ്യണമെങ്കിൽ ഭൗതികവും കായികവുമായിട്ടുള്ള ശക്തി ഉണ്ടാവണം. അങ്ങനെയുള്ള ബുദ്ധി നമ്മൾ വികസിപ്പിച്ചെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഗുരു. അതൊരു സത്യമാണ്. ഗുരുവിനെ ഞാനൊരു 40-45 വർഷം അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട്. ഒരു അധ്യാപകൻ ഒരിക്കലും അധ്യാപകവൃത്തിയിൽ നിന്ന് മാറുന്നില്ല.
അധ്യാപന സമയത്തോളം എന്നും വായിക്കുകയും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും, അത് നേരിട്ട് ക്ലാസ് റൂമിലാവണമെന്നില്ല, അല്ലാതെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും ഒക്കെ പ്രവർത്തിക്കാൻ കഴിയുന്ന മഹത്തായ ഒരു ജോലിയാണത്. അന്നേരം അവരെ നിങ്ങളുടെ മുന്നിൽ വെച്ച് ആദരിക്കുമ്പോൾ അവർക്കും പറയാനുണ്ടാവും, നിങ്ങളുടെ പോലുള്ളവരെ സഹായിക്കുന്നതിനും നിങ്ങളുടെ പോലുള്ളവർക്ക് കൂടുതൽ സന്തോഷവും കൗതുകകരമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നതിനും വേണ്ടി ഇത്തരം പ്രവൃത്തികൾ ഗുണപ്പെടുമെന്നുള്ള കാര്യത്തെപ്പറ്റി അവർക്ക് പറയാൻ കഴിയും. ആ മെസ്സേജിലൂടെ സമൂഹ മനസ്സാക്ഷിയെ തന്നെ ഉണർത്തിയെടുക്കാൻ സോഷ്യൽ എഞ്ചിനീയർമാരായ അധ്യാപകർക്ക് കഴിയും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സിംഗ് ഇതിൻ്റെ സ്ഥാപകനും നടത്തിപ്പോകാനായിട്ടുള്ള ആൾ തീർച്ചയായും നമ്മുടെയൊക്കെ അനുമോദനം, അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ആദരവും അർഹിക്കുകയാണ്. അദ്ദേഹം ചെയ്യുന്ന മത് കർമ്മങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. അദ്ദേഹത്തിനും കുടുംബത്തിനും ഇതൊക്കെ ചെയ്യാനുള്ള ആയുസ്സും വപസ്സും ശക്തിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് യോഗ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. ജയ് ഹിന്ദ്. ശ്രീ സുവർണകുമാർ അധ്യക്ഷത വഹിച്ച സമ്മേളനം ശ്രീ പ്ലാക്കാട് ശ്രീകുമാർ സ്വാഗതം ആശംസിച്ചു. ഇന്നത്തെ സമ്മേളനത്തിന് അധ്യക്ഷവേദിയിൽ വിശിഷ്ട വ്യക്തികളായി വന്നിരിക്കുന്നവരെയും ഇന്ന് ഇവിടെ ആദരിക്കപ്പെടുന്ന അധ്യാപകരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കടമ. അതിനു മുൻപേ ഇന്ന് നമ്മുടെ ഈ ആശ്രമാന്തരീക്ഷത്തിലേക്ക് വന്നു ചേർന്നവരെ ഈ മതേതര വയോജന കേന്ദ്രത്തെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പരിചയപ്പെടുത്തിക്കൊണ്ട് എനിക്ക് സംസാരിക്കേണ്ടതുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഓരോരുത്തരും ഈ ജീവിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടമുണ്ട്. നമ്മൾ ജീവിക്കുകയാണ് അല്ലെങ്കിൽ ജീവിക്കാൻ തുടങ്ങുകയാണ് എന്ന് ചിന്തിക്കുന്നൊരു പ്രായം ഉണ്ട്. യുവത്വത്തിൻ്റെ അവസാനം എന്നൊക്കെ അതിനെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ സമയത്ത് നമ്മളൊക്കെ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളാറുണ്ടോ എന്ന് ഒന്ന് സ്വയം ചോദിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മുടെ ജീവിതത്തിലെ കർമ്മങ്ങൾ, കർത്തവ്യങ്ങൾ എന്തൊക്കെ ആയിരിക്കണം എന്ന് ചിന്തിച്ച് ആലോചിച്ച് ജീവിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്, തുലോം കുറവാണ്. എന്നാൽ ഒരു യുവാവ്, ഒരു ചെറുപ്പക്കാരൻ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് സാധാരണക്കാരനായി ജീവിതത്തിൻ്റെ എല്ലാ തകർച്ചകളെയും പ്രതിബന്ധങ്ങളെയും ഒക്കെ നേരിട്ടുകൊണ്ട് ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ അദ്ദേഹം മനസ്സിൽ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. അല്ലെങ്കിൽ ആ തീരുമാനത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ പരുവപ്പെടുത്തുകയായിരുന്നു. സാധാരണക്കാരായ ആളുകൾ തൻ്റെ മുൻപിൽ എവിടെയെങ്കിലുമൊക്കെ കാഴ്ചകളായി കണ്ടപ്പോൾ, അവരനുഭവിക്കുന്ന ജീവിത ദുരിതങ്ങൾ കണ്ടപ്പോൾ, തൻ്റെ ജീവിതത്തിൽ അവരെ ഏതെങ്കിലും നിമിഷങ്ങളിൽ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സമാനതകളില്ലാത്ത അനുഭവങ്ങളാക്കി തൻ്റെ ജീവിതം മാറ്റണമെന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ്റെ സമർപ്പണം, ആ സമർപ്പണ ജീവിതത്തിൻ്റെ മകുട ഉദാഹരണത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഉദാഹരണ വേദിയിലാണ് നമ്മളിരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് റുവൽ സിംഗ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം വളരെ ലാഘവത്തോടു കൂടി ഇങ്ങനെ നടക്കുകയും പോവുകയും ചെയ്യും. എനിക്ക് വല്ലാത്തൊരു ഭയമെന്ന് തോന്നിപ്പോവും. എന്നേക്കാൾ പ്രായം കുറഞ്ഞ ആളാണ്, പക്ഷേ അത്ര വളർന്നു വലുതായ, പണ്ട് ഹനുമാൻ ശരീരം വളർത്തിയതുപോലെ മഹാവിഷ്ണു മഹാബലിയുടെ അടുത്ത് വന്ന് ശരീരം വളർത്തിയ വലിയൊരു മനുഷ്യനാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന ഒരു ഭയം എന്നെ പിന്തുടരാറുണ്ട്. അത്ര വലിയൊരു മനുഷ്യൻ്റെ ഈ സന്നിധാനത്തിൽ സങ്കേതത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഒരു ദേവാലയത്തിലും പോകാത്ത ഞാൻ ഒരു ദേവാലയത്തിലെത്തിയ നിർവൃതിയാണ്. തികച്ചും നിരീശ്വര വിശ്വാസിയായ ഒരാളാണ് ഞാൻ. ദേവാലയങ്ങളിൽ ദൈവമില്ല എന്ന് പറഞ്ഞത് ടാഗോറാണ്. ഗാന്ധിജിയോട് ദേശീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ടാഗോർ പറഞ്ഞത്, നിങ്ങളുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തോട് എനിക്ക് പുച്ഛമാണ്. നിങ്ങൾ ഇന്ത്യയിലെ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് സ്വാതന്ത്ര്യം സമരം നടത്തുന്നത്. ഇന്ത്യയിൽ മാത്രമാണോ ജനതയുള്ളത്, അടിമത്തം അനുഭവിക്കുന്നവരുള്ളത്? അതുകൊണ്ട് ഈ അതിർത്തികൾക്കിപ്പുറത്തുള്ള ഈ സ്വാതന്ത്ര്യ സമരത്തോട് പോലും ഗാന്ധിജിയോട് വിയോജിപ്പ് ഉണ്ടായ ആളാണ് ടാഗോർ. വിശ്വ മാനവികതയെക്കുറിച്ച് ചിന്തിച്ച വലിയൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലിക്ക് നോബൽ പ്രൈസ് കിട്ടുമ്പോൾ ഭാരതം മാത്രമല്ല അംഗീകരിക്കപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കണം.
ലോകത്ത് മുഴുവൻ പട്ടിണിയും അടിമത്തവും ഒക്കെ അനുഭവിക്കുന്ന ആളുകളുടെ ശബ്ദം അതിലുണ്ട് എന്ന് ടാഗോറിനെ വായിച്ചാൽ മനസ്സിലാകും. അതുകൊണ്ടാണ് ഇതൊരു ദേവാലയത്തിൽ, വിഗ്രഹങ്ങളില്ലാത്ത ദേവാലയത്തിൽ വന്ന് നിൽക്കുന്ന അനുഭൂതി എനിക്കുണ്ടാവാറുണ്ട്. അധ്യാപകരായ ശശിധരൻ പിള്ള, വിനോദ് കുമാർ, ചന്ദ്രിക ടീച്ചർ തുടങ്ങിയവർക്ക് സമുദ്രതീരം കുടുംബത്തിന്റെ സ്നേഹാദരവ് നൽകി ആദരിച്ചു. ഞാൻ 1973 ഒക്ടോബർ 17 മലപ്പുറത്തൊരു UP സ്കൂളിൽ ടീച്ചറായി ജോയിൻ ചെയ്തു. ഒരു കൊല്ലം അവിടെ പഠിപ്പിച്ചതിന് ശേഷം വേങ്ങര, അവിടെ തന്നെ ടൗണാണ്, വേങ്ങര ടൗൺ UPSൽ ഒരു വർഷം ടീച്ചറായി. അതിനുശേഷം കൊല്ലം ജില്ലയിൽ 4-5 സ്കൂളുകളിൽ വർക്ക് ചെയ്തു. അവസാനം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് ചിറക്കര ഗവൺമെൻറ് ഹൈസ്കൂളിലാണ്. ആ ഹൈസ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയിരുന്ന പത്മിനി ടീച്ചർ ഇവിടെ ഉണ്ട്. ഞാൻ പോയി ടീച്ചറെ കണ്ടു. അന്തേവാസിയാണ്, നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു അധ്യാപകനായി 10-27 കൊല്ലം ജോലി ചെയ്തതിൽ ആത്മസംതൃപ്തിയോടുകൂടിയാണ് അന്ന് പിരിഞ്ഞത്. കാരണം ഏതെങ്കിലും മേഖലകളിൽ ചെന്ന് ആരെങ്കിലും കാണും. ഇന്നിവിടെ രണ്ടാമത് പാടിയ പയ്യൻ എൻ്റെ ശിഷ്യനാണ്, സർക്കാർ സ്കൂളിൽ പഠിച്ചതാണ്. അങ്ങനെ ചില ഓഫീസുകളിൽ ചെന്നാലും അത് ഈ അധ്യാപകർക്ക് മാത്രം കിട്ടുന്ന ഒരു ആനുകൂല്യമാണ്. അതിൽ ഭയങ്കരമായ സംതൃപ്തിയുണ്ട്. അതുകൂടാതെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇവിടെ വന്ന് ഈ അന്തേവാസികളെ പരിചരിക്കുന്നത് നേരിട്ട് കണ്ടു. നടക്കാൻ വയ്യാത്തവർ, തലയ്ക്ക് ചെറിയ കുഴപ്പമുള്ളവർ, എല്ലാവരെയും അവരെയൊക്കെ പരിചരിക്കുന്ന കണ്ടാൽ എത്ര അഭിനന്ദിച്ചാലും മതിയാകത്തില്ല. ആ ടീച്ചർ ഇടയ്ക്കായിരിക്കുമ്പോൾ ടീച്ചർക്ക് ഒരു ഗുളിക കൊണ്ട് ഒരു ലേഡി വന്നു. സ്വന്തം മോളെ കണക്ക് ഗുളിക വായിലിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. അതുപോലെ സുഖമില്ലാതെ എണീക്കുന്നുണ്ട്. അവരെ പിന്നെ പിടിച്ചിരുത്തുന്നു ചിലർ. ഇതിൽ കൂടുതൽ അവർക്ക് ഭാഗ്യം എവിടെ നിന്ന് കിട്ടുന്നത്? അത് റൂവൽ സിംഗിനെ പോലുള്ള ഒരാൾ വിചാരിച്ചതുകൊണ്ടാണ് ആ ഒരു സാഹചര്യം അവർക്കുണ്ടായത്. അതിൽ റൂവൽ സിംഗിനെ അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. ഈ കൂടുതൽ ഒന്നും പറയുന്നില്ല. എല്ലാവർക്കും നന്ദി. ഞാൻ വരുന്ന വഴിക്ക് ശ്രീകുമാർ സാറിൻ്റെ അടുക്കൽ ചോദിച്ചു, സാറേ ഇതിൻ്റെ സമുദ്ര തീരം, ഞാൻ കല്ലുവാതുക്കൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ പാറ എന്ന് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. കല്ലുവാതുക്കൽ പാറ, ഇങ്ങനെ ഇത് എന്തോ എവിടെയോ ഈ പേര് എപ്പോഴും സമുദ്രതീരം. ഇതിനകത്ത് കയറി സമുദ്രതീര മതേതര വയോജന കേന്ദ്രം എന്നൊക്കെ കണ്ട്, അതിലുപരി എൻ്റെ നഷ്ടപ്പെട്ടു പോയ അമ്മമാര്, അല്ലെങ്കിൽ അമ്മ, എൻ്റെ സഹോദരൻ, അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ. പഠിപ്പിക്കാനാണെങ്കിൽ ഞാൻ ഭംഗിയായിട്ട് പഠിപ്പിക്കാം കുട്ടികൾ. ഇത് എൻ്റെ അമ്മയും പിതാവിനും തുല്യനായവർ, സഹോദര സ്ഥാനം അലങ്കരിക്കുന്നവർ. പിന്നെ ഈ സാറ് പറഞ്ഞ കണക്ക് തന്നെ സുവർണകുമാർ സാറ്, ശ്രീകുമാർ സാർ പറഞ്ഞു സുവർണകുമാർ. ഞാൻ സാറിനൊക്കെ ചോദിച്ചു, ഞാൻ എസ് എൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സുവർണകുമാർ, സുരേഷ് ബാബു, ഇങ്ങനെയൊക്കെ ചില വ്യക്തിത്വങ്ങളെ കേട്ടിട്ടുണ്ട്. അന്ന് ശ്രീനിവാസൻ സാർ എന്ന് പറയുന്ന സാറാണ് എസ് എൻ കോളേജിലെ പ്രിൻസിപ്പൽ. അന്നേരം ഈ മുഖങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ആകെ ഈ സ്ഥല സംഭ്രമം അല്ലെങ്കിൽ സ്ഥലകാല വിഭ്രമം സംഭവിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ ഇതെല്ലാം കണ്ടു. ഞാൻ ഇവിടെ കണ്ട ഒരു അനുജനെ വിളിച്ചു ചോദിച്ചു, ആരാണ് ഇതിൻ്റെ നടത്തിപ്പും മേൽനോട്ടവും എല്ലാം? അദ്ദേഹം പറഞ്ഞു, റുവൽ സിംഗ്. സാറ് പറഞ്ഞ മാതിരി സിംഗ് പഞ്ചാബ് പേരോട് തുല്യമായിട്ടുള്ള ഒരു പഞ്ചാബി പേര്. ഇങ്ങനെയൊക്കെ നോക്കി ആളിനെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു തീരെ ചെറിയ ഒരു മനുഷ്യനായി ഞാൻ മാറിപ്പോയി. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യ. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനത്തെ ഞാൻ എല്ലാം കൊണ്ടും നമിക്കുന്നു. അതുമാത്രമല്ല, ഇവിടെ ഞാൻ പറഞ്ഞു, ഒരു വിഭ്രമം അനുഭവപ്പെടുന്നു. കുട്ടികളാണെങ്കിൽ ഞാൻ പഠിപ്പിക്കാം, ഇതൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. നഷ്ടപ്പെട്ട എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും സഹോദരൻ്റെയും ഒക്കെ മുഖങ്ങൾ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ സാറ് ഒരു വാഗ്ദാനം ഇവിടെ ചെയ്തു. അതിൽ ഞാനും ഇപ്പോഴും പറയുന്നു, എന്നാൽ കഴിയുന്നത് ഞാനൊരു സംഭാവനയായിട്ട് ഇവിടെ നൽകും. അത് വളരെ താമസിക്കാതെ തന്നെ
അത് ഈ ഓണസമ്മാനമായി കരുതുക. എൻ്റെ അമ്മയോ അച്ഛനോ എൻ്റെ ഒരു മൂത്ത സഹോദരൻ ഇതെല്ലാം പെട്ടെന്ന് നഷ്ടപ്പെട്ട ആ മുഖങ്ങളൊക്കെ ഇവിടെയുണ്ട്. അവർക്കൊക്കെ ഞാനൊരു സമ്മാനം നൽകുന്നതിന് തുല്യമായ ഒരു സംഭാവന ഞാനിവിടെ നൽകുമെന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുന്നു. ഈ പട്ടേലും റൂവൽ സിംഗ് കൂടെ എന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഏതാണ്ട് 40ഓളം അംഗങ്ങളുള്ളൊരു കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ മുഴുവൻ രക്ഷാധികാരിയായിരിക്കുന്ന റൂവൽ സിംഗാണ്. റൂവൽ സിംഗ് വളരെ നേരത്തെ ഇവിടെ നമ്മുടെ ശ്രീകുമാർ സാറ് പറഞ്ഞതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു വന്നൊരാളാണ്. വളരെയേറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ചെറുപ്പകാലത്ത്. പക്ഷെ അതിനുശേഷം താൻ സമ്പാദിച്ച സ്വത്തിൻ്റെ ഒരു ഭാഗം ഈ രാജ്യത്തെ വേദനിക്കുന്ന അച്ഛനും അമ്മയും ഇല്ലാതെ അല്ലെങ്കിൽ ബന്ധുക്കൾ തള്ളി നോക്കാൻ ആളില്ലാതെ വളരെ വിഷമിക്കുന്ന ആളുകളെ പോറ്റി വളർത്തണം എന്ന ഒരാഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം ഈ പ്രസ്ഥാനം തുടങ്ങിയത്. അങ്ങനെ ഒരു മനസ്സ് ഒരുമാതിരിപ്പെട്ട ആളുകൾക്കുണ്ടായില്ല. താൻ സമ്പാദിക്കുന്ന സ്വത്തിൻ്റെ പങ്ക് എൻ്റെ മക്കൾക്ക് കൊടുക്കണം, അങ്ങനെ മക്കൾ അനുഭവിക്കട്ടെ അത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് ഏതാണ്ട് ഒരു 99% അതിൽ 1% പെടുന്ന ആളാണ് റൂവൽ സിംഗ്. അദ്ദേഹമാണ് നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെ ഇപ്പോൾ എത്രയോ ദിവസമായി അല്ലേ രാജേഷ്, നമ്മുടെ ശശീരമുള്ള സാറുണ്ട്, നമ്മുടെ മോൻ്റെ പേര് രാജേഷ് അല്ലേ, രാജേഷ് ഇവിടെ അധ്യാപകർ ഇവരെല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ ഈ 9 ദിവസമായി നടക്കല്ലേ, 9 ദിവസമായി അധ്യാപകരെ ആദരിക്കുന്ന ഓണപരിപാടികൾ നടക്കും. ഞാൻ ഈ ഓണത്തിൻ്റെ നമ്മുടെ ശ്രീകുമാർ സാറിനെ പോലെ ഓണത്തിനെതിരായ ഒരാളാണ്. കാര്യം ഒരു മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുകയും ഒരുപോലെ ജീവിക്കാൻ അനുവദിക്കുകയും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ഒരു സോഷ്യലിസ്റ്റ് രാജാവിനെ വിഷ്ണു ഒരവതാരമെടുത്ത്, ഒരു കൊച്ചു പയ്യൻ്റെ അവതാരമെടുത്ത് വാമനൻ്റെ വേഷത്തിൽ വന്ന് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. ആ ചവിട്ടിത്താഴ്ത്തി താഴോട്ട് പോകുമ്പോൾ അതേ ഒരു അപേക്ഷ വെച്ചു, എൻ്റെ പ്രജകളെ കാണാൻ എനിക്ക് ഒരു ദിവസം തരണേ എന്ന്. വാസ്തവത്തിൽ ആ ചവിട്ടിത്താഴ്ത്തിയ ദിവസം ഒരു വഞ്ചനാ ദിനമാണ്. ഞാൻ വഞ്ചനാ ദിനമായി ആചരിക്കുന്നയാളാണ്. എല്ലാ തിരുവോണം നാട്ടിലും കഞ്ഞി കുടിക്കുന്ന ഒരാളാണ്. എൻ്റെ വീട്ടുകാർ ചിലപ്പോഴൊക്കെ ഞാനിപ്പോൾ കഞ്ഞി കുടിക്കുന്നുണ്ട്, അവർ വലിയ വിഭവങ്ങളൊന്നും ഉണ്ടാക്കാറ്. ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന ഒരു മതേതര രാജ്യമാണ്. എല്ലാ ഒരുപാട് മതങ്ങളിൽപ്പെട്ടവർ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. ആ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ഈ സമുദ്രതീരം എന്ന് പറയുവാൻ എനിക്ക് വലിയ അതിയായ അഭിമാനമുണ്ട്. കാരണം ഇവിടെ എല്ലാ മതത്തിൽപ്പെട്ടവരുമുണ്ട്, എല്ലാ ജാതിയിൽപ്പെട്ടവരുമുണ്ട്. അങ്ങനെയുള്ള സമുദ്രതീരം വളർന്നു വലുതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിത് പറയാൻ കാരണം, ഞാൻ ഈ നമ്മുടെ പുന്നൂർ സോമരാജൻ്റെ ഗാന്ധി ഭവൻ, ആ ഗാന്ധി ഭവൻ നേരത്തെ സോമരാജൻ്റെ കാര്യമൊക്കെ നമ്മുടെ ചാരങ്ങാൽ സാർ ഇവിടെ സൂചിപ്പിച്ചു. അപ്പോൾ ഈ ഗാന്ധി ഭവൻ്റെ ഞാൻ അതിൻ്റെ ഒരു രക്ഷാധികാരി കൂടിയാണ്. ഡോക്ടർ വരാറുണ്ട്, ഇവിടെ പലരും പോകാറുണ്ട്, എല്ലാവരും പോകാറുണ്ട്. അത് അന്ന് ഒരു പാറക്കുട്ടി അമ്മയെ എടുത്താണ് അദ്ദേഹം അത് ആരംഭിക്കുന്നത്. ഒരു പാറക്കുട്ടി അമ്മയെ എടുത്ത് വളർത്തി, അവർക്ക് ആരോരുമില്ലായിരുന്നു. അതിനുശേഷം 10 പേരായി, 5 പേരായി, 25, 10 പേരായി, 15ആയി, 20ആയി, 25ആയി, 30ആയി, അങ്ങനെ പോയി. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഒരുപാട് പല രാത്രികളും അവർ കുടുംബത്തോടൊപ്പം അവർ താമസിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഓർഫനേജ് ബോർഡിൻ്റെ ഒരുപാട് ഈ നമ്മുടെ ഈ ജീവാരണ്യ പ്രവർത്തനം നടത്തുന്ന ഈ ആചരണ കേന്ദ്രങ്ങളിലെല്ലാം അതിൻ്റെ എല്ലാം ഓർഫനേജ് ബോർഡിൻ്റെ മെമ്പറും കൂടാണ്. ഇവിടെയും അദ്ദേഹം വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഏറെ പിന്നിൽ നിൽക്കുന്ന ഒരാൾക്ക് പോലും മനസ്സിലാകുന്ന ഒരു വികാരമാണ് കരുണ എന്നുള്ളത്. വിവേകിയായ ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ മഹത് സ്ഥാപനത്തിൻ്റെ കാര്യകർത്താവായിട്ടുള്ള ശ്രീ റൂവൽ സിംഗ് എന്ന് മഹാകവി കുമാരനാശാന്റെ കവിത ഉദ്ധരിച്ചുകൊണ്ട്, അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. അങ്ങനെ വിവേകിയായ ഒരു മനുഷ്യൻ മറ്റൊരാൾക്ക് വേണ്ടി സ്വന്തം ജീവിതത്തെ ഒരു നെയ്ത്തിരി പോലെ എരിയിച്ചുകൊണ്ട് ലോകം മുഴുവൻ പ്രഭ പരത്തുന്ന ഒരാളായി തീരേണ്ടതാണ് എന്ന് സ്വാഗത പ്രസംഗികൻ പറഞ്ഞിരുന്നു. ഇന്ന് ഏറെ അധ്യാപകരെ ഇവിടെ ആദരിക്കുന്നുണ്ട്.
അതുപോലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അധ്യാപകരെയും സമൂഹത്തിൻ്റെ മറ്റ് പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെയും ആദരിച്ചു പോരുന്നുമുണ്ട്. അധ്യാപകൻ, ഗുരു, ആചാര്യൻ എന്ന വാക്കുകളുടെയൊക്കെ അർത്ഥം വെളിച്ചത്തെ പ്രദാനം ചെയ്യുന്നയാൾ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ആചാര്യൻ എന്നുള്ള വാക്ക് കൂടെ ഉപയോഗിക്കാറുണ്ടല്ലോ. ആചാര്യൻ എന്ന് പറഞ്ഞാൽ നടക്കുന്നയാളെന്നാണല്ലോ. അപ്പോൾ നമ്മുടെ ഈ ജീവിതയാത്രയിൽ നടന്നു പോകുമ്പോൾ കരുണയുടെ ഒരു സ്പർശം അവശേഷിപ്പിക്കുക എന്നുള്ളത് സമുദ്രതീരം എന്നുള്ള ഈ സ്ഥാപനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ പ്രവാഹങ്ങളും വന്നെത്തിച്ചേരുന്ന ഒരിടം കടലാണ്. കടലിന് ഭൂമിയുടെ അതിരുകളില്ല. കടല് പരന്ന് കിടക്കുന്ന ഒരേ കടൽ മാത്രമേ ഉള്ളൂ. നമ്മൾ പല പേരുകളിൽ അറിയപ്പെടുന്നതെല്ലാം ഒരേ കടലാണ്. അപ്പോൾ ഒരു കടൽ നിറച്ചും കരുണയുണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഓരോ ജലത്തുള്ളിയിലും ഒരു കടൽ കൂടിയുള്ള അത് എന്നുള്ള അർത്ഥത്തിൽ റൂമിയുടെ ഒരു കവിതയുണ്ട്. അതുപോലെയാണ് ശരിക്കും ഓരോ ചെറിയ മനുഷ്യനും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഓരോ ചെറിയ മനുഷ്യനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന, തീർച്ചയായിട്ടും ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഈ ഒരു ചിന്തയുമായിട്ടാണ് തിരിച്ചു പോകുന്നത് എന്നുള്ളത് എൻ്റെ ജന്മത്തെ കൂടെ സാർത്ഥകമാക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു ചിന്ത പകർന്നു നൽകുന്ന ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെയൊരു ദിവസം വന്ന് പങ്കുചേരാൻ കഴിഞ്ഞതിൽ ഞാൻ എൻ്റെ സന്തോഷം നിങ്ങളോട് പങ്കിടുകയാണ്. തീർച്ചയായും എല്ലാ അച്ഛനമ്മമാർക്കും അവരുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും ആയുരാരോഗ്യ അഷ്ടൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഈ ഓണാഘോഷത്തിൽ പങ്കുചേരുന്നതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ നിങ്ങളോട് ഇടയ്ക്കിടയ്ക്കൊക്കെ സംസാരിക്കാറുള്ളതാണ്. ഞാനിവിടെ കൂടെ വരുന്നതാണല്ലോ. അതുകൊണ്ട് എൻ്റെ വാക്കുകൾക്കൊന്നും തന്നെ വലിയ പുതുമയില്ല. അത്യാവശ്യം സമ്മേളനങ്ങളിലൊക്കെ വരികയും കവിത ചൊല്ലുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഈ സ്ഥാപനം നന്നായി നടന്ന് പോകുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരാളുമാണ്. അതുകൊണ്ട് തന്നെ ഏറെ സംസാരിക്കണമെന്ന് കരുതുന്നില്ല. എന്നാലും ഇന്നത്തെ ചടങ്ങ് വളരെ ധന്യമായി. ശാരംഗർ സാറിൻ്റെയും സ്വർണ്ണകുമാർ സാറിൻ്റെയും ഒക്കെ സാന്നിധ്യം ഈ പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്ത് പകരുന്ന തരത്തിൽ, ഇതിൻ്റെ ദീപ്തി വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ഉതകും എന്ന് തന്നെ ഞാൻ കരുതുന്നു. അധ്യാപകരെ ഓർക്കുമ്പോൾ അവരെ ഈ സമൂഹത്തിലെ മുഖ്യധാരയിൽ ഉൾപ്പെടുന്ന ആളുകളാണ്. ഗുരു, അധ്യാപകൻ എന്നൊക്കെ വരുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കടന്ന് വരുന്നത് സുഗതകുമാരിയുടെ ഒരു കവിതയുടെ 4 വരിയാണ്. മരത്തിന് സ്തുതി എന്ന് പറയുന്ന കവിതയിലെ ആദ്യത്തെ 4 വരിയാണ്. തണുത്ത പൂന്തണൽ വീശി പടർന്നു ചൂഴ്ന്നു നിൽക്കുന്ന മരത്തിൻ്റെ തേരുമൂടിക്കിതാ തൊഴുന്നേൻ. തണുത്ത പൂന്തണൽ വീശി പടർന്നു ചൂഴ്ന്നു നിൽക്കുന്ന മരത്തിൻ്റെ തേരുമൂടിക്കിതാ തൊഴുന്നേൻ. നീലകണ്ഠ സ്വാമിയപ്പോൾ വിഷന്താനെ പൂജിച്ചിട്ട് പ്രാണവായു തരുന്നോനായി ഇതാ തൊഴുന്നേൻ. അധ്യാപകർ പൂമരങ്ങളാണ്. അധ്യാപകർ ഫലവൃക്ഷങ്ങൾ സമ്മാനിക്കുന്ന ഫലവൃക്ഷങ്ങൾ തന്നെയാണ്. ചെടികൾക്ക് പ്രത്യേകതയുണ്ടല്ലോ. അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ അത് വലിച്ചെടുക്കും. എന്നിട്ട് ചെടികൾക്ക് വേണ്ടി മാത്രമല്ല, സർവ്വ ജീവജാലങ്ങൾക്കും വേണ്ടുന്ന അന്നജം ഉൽപ്പാദിപ്പിക്കുന്നു. അതിനുശേഷം പ്രാണവായുവിനെ, ഓക്സിജനെ സമ്മാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ തരത്തിൽ മരങ്ങൾ ഈ പ്രകൃതിയെ എങ്ങനെ സംരക്ഷിച്ചു നിർത്തുന്നു എന്നതുപോലെയാണ് അധ്യാപകർ. അധ്യാപകർ പൂമരങ്ങളാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. മരങ്ങൾ, ചെടികൾ വിഷവായുവായ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ട് ഓക്സിജനെ സമ്മാനിക്കുന്നത് പോലെ തൻ്റെ മുമ്പിൽ എത്തിച്ചേരുന്ന വിദ്യാർത്ഥികളെ നവീകരിച്ചെടുക്കുന്നതിൽ വലിയ പങ്കാണ് അധ്യാപകർ നിർവഹിക്കുന്നത്. അവരുടെ മനസ്സിലെ മാലിന്യങ്ങളെ നീക്കി അറിവിൻ്റെ കണികകൾ അവരുടെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിച്ച് ഉത്തമ പൗരന്മാരാക്കി അവരെ മാറ്റിയെടുക്കുന്ന പ്രക്രിയ. ആ പ്രക്രിയയിൽ മുൻപന്തി നിൽക്കുന്ന അധ്യാപകർ. അങ്ങനെയുള്ള അധ്യാപകരെയാണ് ഇവിടെ ഈ ഓണക്കാലവുമായി ബന്ധപ്പെട്ട് ആദരിച്ചത് എന്ന് കാണുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്.
ശ്രീ ജയഘോഷ് പട്ടേൽ, ശ്രീ ഡോക്ടർ ജയചന്ദ്രൻ, ശ്രീ സന്തോഷ് പാരിപ്പള്ളി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സമുദ്ര ലൈബ്രറി പ്രസിഡന്റ് ശ്രീ രജീഷ് ആർ നന്ദി പറഞ്ഞു.